നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. മറ്റുള്ളവരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്നാണ് ഇവർ നോക്കുന്നത്. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒന്നും കിട്ടുന്നില്ല. ഇതെല്ലാം ചെയ്യുന്നത് അവർക്കൊരു മനസ്സുഖം കിട്ടുന്നു. അതുകൊണ്ട് മാത്രം. കൊട്ടാരക്കര അരീക്കൽ ആശുപത്രിക്ക് നേരെയാണ് ഈ അടുത്ത് സാമൂഹ്യ വിരുദ്ധ അഴിഞ്ഞാട്ടം നടത്തിയത്. റോഡ് പണിക്ക് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ് അരീക്കൽ ആയുർവേദ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി. നിരവധി ആളുകൾ വരുന്ന ഈ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മറ്റൊരു വഴിയാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ആളുകൾക്ക് പെട്ടെന്ന് വഴി മനസ്സിലാകാൻ ആശുപത്രി അധികൃതർ റോഡിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഈ ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ വന്ന് നശിപ്പിച്ചു കളയുന്നു. ഈ പ്രവൃത്തി കുറേ ദിവസങ്ങളായി തുടരുന്നു. അതിനാൽ ആശുപത്രി അധികൃതർ ഇന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും പോലീസ് ഇതിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ ഒരു പ്രസ് മീറ്റിംഗ് നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ ഏതാണ്ട് ഒരു 10-12 വർഷമായിട്ട് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ. ആദ്യം നമ്മളൊരു ചെറിയ രീതിയിലാണെങ്കിൽ തുടങ്ങിയതാണ്, ഒരു OP ലെവലായിട്ട് തുടങ്ങിയതാണ്. പിന്നീട് പേഷ്യൻസിൻ്റെ ആണെങ്കിൽ എണ്ണം അനുസരിച്ചിട്ട് നമുക്കാണെങ്കിൽ ഇത് വിപുലീകരിക്കുകയും ഇന്ന് ഏകദേശം 37 ബെഡോട് കൂടിയ ഹോസ്പിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസറാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്ന വെരിക്കോസ്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസർ പേഷ്യൻസാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ ഇത് മാത്രമല്ല, നടുവേദന, അതുപോലെ തന്നെയാണെങ്കിൽ കഴുത്തുവേദന തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ തന്നെയാണെങ്കിൽ ഇവിടെ പേഷ്യൻസ് നമ്മളിവിടെ ആശ്രയിക്കുന്നുണ്ട്. അവരെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ്. പല പേഷ്യൻസ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് വന്നു കഴിഞ്ഞാലാണെങ്കിൽ പലപ്പോഴും 11ാമത്തെ ടോക്കണാണ് അവർക്ക് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞാണ് 11ാമത്തെ ടോക്കണാണ് കിട്ടുന്നത്. അപ്പോൾ അത്രയ്ക്കാണ് പലപ്പോഴും രാത്രിയിലൊക്കെയാണ് പലപ്പോഴും ആൾക്കാരാണെങ്കിൽ കാസർഗോഡ് നിന്ന് ഇവിടുത്തെ ആണെങ്കിൽ ട്രെയിൻ കയറി ആയിട്ടാണെങ്കിൽ ഇവിടെ വരുന്നത്. അപ്പോൾ വരുന്ന സമയത്താണെങ്കിൽ ഞാനാണെങ്കിൽ PR ഡയിലാണെങ്കിൽ നമുക്ക് ഈ പുതിയ റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ റോഡ് നന്നാക്കുന്നതിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗമായിട്ട് കലുങ്ക് പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റോഡൊന്ന് വഴിതിരിച്ചു വിട്ടു. വഴിതിരിച്ചിപ്പോൾ നമ്മളവിടെ പല ഭാഗത്തായിട്ട് നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള ആരോ മാർക്ക് അല്ലെങ്കിൽ സൈൻ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. സൈൻ ബോർഡ് സ്ഥാപിച്ച് ആദ്യമേ സ്ഥാപിച്ചത് പിറ്റേന്ന് ഇല്ല. അത് ചില സാമൂഹ്യ വിരുദ്ധർ അത് നശിപ്പിച്ചു. എഗെയിൻ വീണ്ടും ഞാൻ രണ്ടാമത് കൊണ്ടുവന്ന് വെച്ചത്. കാരണം സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സ്റ്റേറ്റിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉള്ളതും എല്ലാ പേഷ്യൻറ്റും വരുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ള രീതി വെച്ച് ഞാൻ രണ്ടാമതും കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അത് രണ്ടാമത് വെച്ചത് പിന്നെയും പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അത് വലിച്ചു കീറി ഛിന്ന ഭിന്നമായി ഇട്ടേക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം വെച്ചതാണ്. അത് ഈ ലാസ്റ്റ് ഏരിയയിലുള്ളത് അതും കീറി നശിപ്പിച്ചു. രോഗികളാണ് കഷ്ടപ്പെടുന്നത്. ഞാനിപ്പോൾ ഏത് ഗുഹയിൽ പോയിരുന്നു കഴിഞ്ഞാലും പേഷ്യൻ്റ് വരും, അത് വേറെ കാര്യം. പക്ഷേ ഈ രോഗികളാണ് കഷ്ടപ്പെടുന്നത്. കാരണം അവരാണെങ്കിൽ ഈ പറഞ്ഞ വഴി, കാരണം പലരും പറയും വിലങ്ങറ മൊത്തവും കണ്ടിട്ടാണ് അവരാണെങ്കിൽ ഈ ഭാഗത്തുള്ള വഴി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവർക്ക് വഴി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, നമ്മുടെ രോഗികൾക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാന പ്രശ്നം വെച്ചാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അമ്പലത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത് നശിപ്പിക്കുന്നത് കൂടുതലും. അതുകൊണ്ട് അമ്പലത്തിലുള്ള ആൾക്കാരാണെന്ന് പറയുന്നില്ല, സാമൂഹിക വിരുദ്ധർ തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത്. ലാഭത്തിന് വേണ്ടി എന്താണെന്ന് അറിയത്തില്ല. വ്യക്തികളായിരിക്കത്തേ ഉള്ളൂ. ഉണ്ട്, നാട്ടിൽ നിന്ന് എല്ലാവർക്കും നല്ല പിന്തുണയുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്ത് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു പ്രാവശ്യമായി പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എഗെയിൻ ഞങ്ങൾ ഇനി സ്റ്റേഷനിൽ നമ്മൾ കഴിഞ്ഞ തവണ അമ്പലത്തിൻ്റെ ഈ നമ്മുടെ സ്റ്റാഫിൻ്റെ ഹസ്ബൻഡ് അമ്പലത്തിലെ ജനറൽ കൺവീനറാണ് പലതവണ പറഞ്ഞതാണ്. എല്ലാവരെയും വ്യക്തിപരമായിട്ട് വിളിച്ച് ഇന്നലെയും പറഞ്ഞത്. എന്നിട്ടും അത് ഇന്നലെ ഉച്ചയ്ക്കാണ് ആ ബോർഡ് വീണ്ടും നശിപ്പിച്ചത്. അപ്പം അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, വ്യക്തിവൈരാഗ്യം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതാണ്. ഇത് കൂടാതെ നമുക്കാണെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള NOC ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവൃത്തികളാണ് നമുക്കിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1000ഓളം പേർക്ക് ജോലി കിട്ടുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇപ്പോൾ ഈ 29-ലാണെങ്കിൽ നമ്മളതിൻ്റെ ഇൻസ്പെക്ഷൻ ആൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവൃത്തികൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ വരുന്ന പലപ്പോഴും പല സ്റ്റേറ്റുകളിൽ നിന്നാണ്. അപ്പോൾ അവർക്കെല്ലാം ആണെങ്കിൽ പലപ്പോഴും വഴി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ വരുവാണെങ്കിൽ ആക്ച്വലി നാടിന് തന്നെ ഒരു വലിയ ഐശ്വര്യമാണ്. ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കുഗ്രാമത്തിൽ ഒരു മെഡിക്കൽ കോളേജ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ്. നേരെയുള്ള ഒരു അറ്റാക്ക് എന്ന രീതിയിൽ നമുക്കിപ്പോൾ ആണെങ്കിൽ ഹോസ്പിറ്റലിന് സംരക്ഷണ പ്രൊട്ടക്ഷൻ ആക്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആക്ട് അനുസരിച്ചിട്ട് പോലീസ് ആണെങ്കിൽ കൃത്യമായൊരു നടപടി എടുക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഏതാണ്ട് ഒരു 10-30ഓളം സ്റ്റാഫുകളുണ്ട്.
അപ്പോൾ അവർക്കെല്ലാവർക്കും ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. എനിക്ക് മാത്രമുള്ള ബുദ്ധിമുട്ടല്ല, ഈ വരുന്ന സ്റ്റാഫുകൾക്ക് മുഴുവൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരാണെങ്കിൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് അവരെയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം സാമൂഹ്യ വിരുദ്ധരെ തിരുത്താൻ പറ്റത്തില്ലെങ്കിൽ അത്തരം ആൾക്കാരെ കൊണ്ട് തിരുത്തിപ്പിക്കണം. അതാണ് ആവശ്യമുള്ളത്. വേണം അതിന് വേണ്ട നടപടികൾ പോലീസ് എടുക്കും. ഇവരാരാണെന്ന് കണ്ടുപിടിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും നമ്മൾ അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വേണ്ട നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നൊരു പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി കൊടുക്കാനായിട്ടാണ് വന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പല ഭാഗത്തു നിന്നുള്ള പേഷ്യൻസ് വരുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന്, അതേപോലെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഈവൻ വിദേശത്തു നിന്നൊക്കെ പല പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന നെല്ലിക്കുന്നം പോരുതുള്ള റോഡ് പണി നടക്കുമായതുകൊണ്ട് അതിൻ്റെ അവിടെ പാലം പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ അവിടെ വരാനാണെങ്കിൽ വിലങ്ങര ക്ഷേത്രം വഴി വളഞ്ഞിട്ട് വേണം വരാൻ. അപ്പോൾ നമ്മൾ അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ആരോ മാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല പേഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു അതാണ് രാവിലെ ആണെങ്കിൽ ഏകദേശം ഒരു 5 മണി വരെ പേഷ്യൻ്റ് വരുന്നത്. 5 മണി വരെ പേഷ്യൻ്റ് വന്നാൽ അത് സേലത്തു നിന്നുള്ളതും കോയമ്പത്തൂരിൽ നിന്നുള്ളതും കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗങ്ങളിലെല്ലാം വരുന്നവരാണ്. അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഒരു പ്രാവശ്യമല്ല, ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഒരു ബോർഡ് വലിച്ചു കയറി രണ്ടാമത് നമ്മൾ വീണ്ടും വെച്ചു. കാരണം ഈ വരുന്ന പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞാണ് നമ്മൾ 2-3 പ്രാവശ്യം വെച്ചത്. പക്ഷേ അത് ഇന്നലെയും വീണ്ടും തകർത്തു. അതിന് എതിരായി ചില സാമൂഹ്യ വിരുദ്ധരുണ്ട്. അവരെ കണ്ടുപിടിക്കും. അതിനായി ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കാനായിട്ട് വന്നതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധർ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന രോഗികളാണ്. കാരണം അവരാണെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ സ്ഥലം കണ്ടുപിടിക്കാനാവാതെ വളരെയധികം കറങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലം വഴി വരുന്നതാണ്. പക്ഷെ അമ്പലത്തിന്റെ അടുത്തുള്ള ആൾക്കാരൊന്നും അല്ലല്ലേ. അമ്പലത്തിന്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന ബോർഡാണ് നശിപ്പിക്കുന്നത്. അമ്പലത്തിലുള്ളവരാണെന്ന് വിശ്വസിക്കുന്നില്ല. സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരു പ്രാവശ്യമല്ല, ഇത് 3-4 വട്ടമായി.